ഇന്നൊരു 80 സമൂസ ഉണ്ടാക്കി കൊടുക്കാനുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 1 കിലോ ഉരുളക്കിഴങ്ങും അതേപോലെ 1 കിലോ സവാളയും എടുത്തിട്ടുണ്ടായിന് അതിലേക്ക് ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സവാളയൊക്കെ ബാബു തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് തന്നു. ഉരുളക്കിഴങ്ങ് ഞാനും തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഫില്ലിങ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇഞ്ചിയും പച്ചമുളകും കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം. എന്നിട്ട് അതൊന്നും ഇങ്ങോട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് സവാളയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിൻ്റെയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളോട് കമൻറ്റ് ബോക്സിൽ ചില കൂട്ടുകാർ ചോദിക്കാറുണ്ട് കേട്ടോ, നിങ്ങൾ എത്രയാണ് സമൂസക്ക് വാങ്ങിക്കലെന്ന്. അപ്പോൾ ഞാൻ 10 രൂപയാണ് കേട്ടോ ഒരു സമൂസക്ക് വാങ്ങിക്കൽ. അതേപോലെ കട്ട്ലേറ്റിന് എത്ര റേറ്റ് വാങ്ങിക്കലെന്നൊക്കെ ചോദിക്കാറുണ്ട്. കട്ട്ലേറ്റിന് 12 രൂപ കേട്ടോ വാങ്ങിക്കാറ്. അപ്പോൾ ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർക്കലുണ്ട് കേട്ടോ ഫില്ലിങ്ങൊക്കെ. അപ്പോൾ സവാളയൊക്കെ വഴന്ന് വന്നാണ്. പിന്നെ അതിലേക്ക് കുറേശ്ശെ മസാലപ്പൊടികൾ ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ കുറേശ്ശെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഗരം മസാലയും ചേർക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ ചേർക്കണത്. ചിക്കനാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ചേർക്കും, അല്ലെങ്കിൽ ബീഫ് മസാല ചേർത്ത് കൊടുക്കും. ബീഫാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ചിക്കൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ആ മസാലപ്പൊടികളൊക്കെ ചേർത്ത് വാട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് ചെറുതാക്കി കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ടായിന് അതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടേ ചെറിയ തീയിലിട്ടിട്ട് അടച്ചു വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അക്കം പോലെ കടന്നിട്ട് വെന്തോളും, അടി പിടിക്കും ചെയ്യൂല. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചെറുത് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞാൻ ചിക്കൻ മസാല പൗഡറും ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി കുറച്ച് നേരം കൂടെ അടച്ചു വെക്കണം, ഉരുളക്കിഴങ്ങ് വെന്ത് വരണ്ടേ. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ട് ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇളക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അങ്ങനെ കിഴങ്ങൊക്കെ വെന്തതിന് ശേഷം ചിക്കൻ ക്രഷ് ചെയ്തതും ചേർത്ത് കൊടുത്തു. ഇനി നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തിട്ട് പിന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി സമൂസ ചുറ്റണം. അപ്പോൾ ഇനി സമൂസ ചുറ്റാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണ ജോലിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ അറിയോ, നമുക്ക് കയ്യിൽ എപ്പോഴും നമ്മുടെ കയ്യിൽ ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെ മക്കളൊക്കെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാനും ഒക്കെ എല്ലാ കാര്യത്തിനും നമുക്ക് ഹസ്ബൻഡുമാരോട് ചോദിക്കേണ്ട അവസ്ഥ വരില്ല. പിന്നെ എന്നല്ലേ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് നമ്മളെ കയ്യിൽ പൈസ കിട്ടുമ്പോഴേ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണല്ലേ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. പിന്നെന്താണോ, എന്ത് ജോലികളാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുമ്പം വീട്ടിലത്തെ പണികളും അതേപോലെ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പം അതിമക്ക് ശ്രദ്ധ നല്ലോണം വേണം കേട്ടോ. കാരണം ഒരു ഇന്ന സമയത്തിന് വേണമെന്ന് പറഞ്ഞാൽ ആ സമയത്തിന് തന്നെ കറക്റ്റ് സമയത്തിന് തന്നെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കും വേണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഓർഡർ കിട്ടൂല. അപ്പോൾ ചില ആൾക്കാരുണ്ടേ ഇങ്ങനെ കാറ്ററിംഗ് ഒക്കെ തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ആലോചിച്ച് നിൽക്കണവർ. ആലോചിച്ച് നിൽക്കൊന്നും വേണ്ട, അങ്ങനെ തുടങ്ങി നല്ല രീതിയിൽ ഫുഡ് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഓർഡറൊക്കെ കിട്ടും.